ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു മലയാളം സിനിമയാണ്. ഹൃദയപൂർവ്വം. ഫാമിലി ഗുഡ് ഫീൽ മൂവി. ഡയറക്ടർ സത്യൻ അന്തിക്കാട്. മോഹൻലാൽ കൂട്ടുകെട്ടതിനാൽ ഈ സിനിമ ഈ വർഷത്തെ മച്ച് എവേറ്റഡ് മൂവി ആയിരുന്നു. ആശീർവാദ് സിനിമാസ് ആണ് ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സത്യൻ അന്തിക്കാട്. റൈറ്റർ അഖിൽ സത്യൻ. ആക്ടർ മോഹൻലാൽ, മാളവിക, സംഗീത്, സിദ്ദിഖ്, ലാലു അലക്സ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വളരെ മനോഹരമായ ഗുഡ് ഫീൽ കൺസെപ്റ്റോടെയാണ് തുടങ്ങിയത്. മോഹൻലാൽ വളരെ മനോഹരമായി ഈ ഗുഡ് ഫീൽ മൂവി ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ളത്. മോഹൻലാലുടെ കൂടെ കെയർ ടേക്കറായി അഭിനയിച്ചിരിക്കുന്ന സംഗീത് ജോഡി വളരെ മനോഹരമായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരുടെയും കോമഡി ടൈമിംഗ്, ബോണ്ടിങ് വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ളത്. പഴയകാലം മോഹൻലാൽ ജഗതി, മോഹൻലാൽ ഇന്നസെന്റ്, മോഹൻലാൽ ശ്രീനിവാസൻ എന്ന ജോഡിയെ പോലെയുള്ള പ്രകടനമാണ് മോഹൻലാൽ സംഗീത് ജോഡി അവതരിപ്പിച്ചിട്ടുള്ളത്. മൂവി വളരെ സ്ലോ പേസിലാണ് മുന്നോട്ട് പോകുന്നത്. മൂവിയുടെ സെക്കൻഡ് ഹാഫ് ബിലോ ഏവറേജ് ആണ്. സെക്കൻഡ് ഹാഫിലും സിനിമ അതേ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഡയറക്ഷന്റെ കാര്യം പറഞ്ഞാൽ സത്യൻ അന്തിക്കാട് മാജിക് ക്രിയേറ്റർ ഓഫ് ഫാമിലി ഡ്രാമ, കോമഡി, ഗുഡ് ഫീൽ മൂവി. ഈ പ്രാവശ്യം ആ മാജിക് കാണിക്കാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ സിനിമ അഖിൽ സത്യൻ തന്നെ ഡയറക്റ്റ് ചെയ്താൽ മതിയായിരുന്നു. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് തോന്നും, ലൈക്ക് ഇതൊരു ഹൈപ്പിന് വേണ്ടിയിട്ടാണ് സത്യൻ അന്തിക്കാടിൻ്റെ പേര് കൂട്ടി ചേർത്തിട്ടുള്ളത്. ആക്ടിങ് ഒക്കെ ആണെങ്കിൽ മോഹൻലാൽ ആസ് യൂഷ്വൽ ഒരു നാച്ചുറൽ പെർഫോമൻസ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മാളവിക ഫേമസ് ഇൻ ഫാഷൻ ഇൻഡസ്ട്രി. ക്യാരക്ടർ പ്രകാരം അവരുടെ റോൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് മേൽ അധികം ഡെപ്തിൽ വർക്ക് നടക്കാത്ത പോലെ സിനിമയിൽ നമുക്ക് തോന്നും. സിനിമയുടെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പറയാനുള്ളത് സിനിമാറ്റോഗ്രാഫിയാണ്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ഫ്രെയിമും വളരെ സൂക്ഷ്മതയോടെ വളരെ മനോഹരമായിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സിനിമയുടെ ക്യാമറ വർക്ക്, ലൈറ്റ് വർക്ക്, സൗണ്ട് ക്വാളിറ്റി, കളർ വർക്ക്, ആർട്ട് വർക്ക് നെക്സ്റ്റ് ലെവൽ ക്വാളിറ്റി ഉള്ളതാണ്. എസ്പെഷ്യലി കോസ്റ്റ്യൂം ഡിസൈനിൽ ഈ സിനിമയ്ക്ക് 100-ൽ 100 മോഹൻലാലിനെ അടുത്തായിട്ട് വളരെ പെർഫെക്റ്റ് ഔട്ട്ഫിറ്റോടെ വളരെ മനോഹരമായി പ്രസന്റ് ചെയ്ത ഒരു സിനിമയായിട്ട് നമുക്ക് കാണാം. പൂനെ സിറ്റിയെ വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. മൂവിയുടെ എഡിറ്റിംഗ് ഇനിയും നല്ല ഷാർപ്പായിരുന്നെങ്കിൽ ഈ മൂവി ഒരു 2 hours ഗുഡ് ഫീൽ മൂവി ആയിട്ട് എൻജോയ് ചെയ്യാമായിരുന്നു. നിങ്ങളൊരു ഹാർട്ട് ടച്ചിങ് ഗുഡ് ഫീൽ മൂവി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, മോഹൻലാൽ സംഗീത് കോമഡി ടൈമിംഗ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സിനിമ ഒരു 1 ടൈം വാച്ചബിൾ ആണ്. സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ റിവ്യൂ കമന്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി.